നമുക്ക് തൃപ്പൂണിത്തുറയിൽ നിന്നും മായാവതി എഴുതുന്നു. മായാവതി എന്താണ്? നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് മകന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. മകൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് 4 വർഷമായി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇതുവരെ ജോലി ഉയർച്ചയോ ഒരു നല്ല കമ്പനിയിലേക്ക് വേറൊരു ജോലി മാറ്റമോ ലഭിച്ചിട്ടില്ല. അപ്പം മകന്റെ കാര്യങ്ങൾ, പുരോഗതിയെക്കുറിച്ചൊക്കെ അറിയാനാണ്, ജോലിന്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനാണ് മായാവതി എഴുതിയിരിക്കുന്നത്. ആയില്യം നക്ഷത്രം കർക്കിടക രാശിയാണ്. അതായത് ഒരു 16 വയസ്സ് വരെ ബുധദശയും 23 വയസ്സ് വരെ കേതുദശയും 23 വയസ്സ് മുതൽ ശുക്രദശ 43 വയസ്സ് വരെയുമാണ്. പേര് കേൾക്കുമ്പം ശുക്രൻ എന്ന് പറയുമ്പോൾ ഭാഗ്യക്കുറി അടിച്ചു എന്ന് പറയുന്ന പോലെയാണ്. പെട്ടെന്ന് മനുഷ്യർക്ക് ശുക്രദശയല്ലേ, പിന്നെ എന്നാ കുഴപ്പം? ഭാഗ്യക്കുറി അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടാക്സും മറ്റുള്ള ആനുകൂല്യങ്ങളും എല്ലാം കഴിഞ്ഞ് 1 കോടി അടിക്കുന്ന ഒരാളിന് എല്ലാം മാറിക്കഴിഞ്ഞാൽ 63 ലക്ഷം രൂപ കയ്യിലോട്ട് അല്ലേ? അത്രയേ ഉള്ളൂ. പക്ഷേ ആജീവനാന്ത കാലം ലോട്ടറി അടിച്ചു എന്നുള്ളതാണ്. അല്ലെങ്കിൽ 25 കോടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 18 19 ഒക്കെ കിട്ടിയാൽ കിട്ടി. ചൊവ്വേ നേരെ സിറ്റിയിൽ ഒരു കെട്ടിടം വെച്ച് കഴിയുമ്പം 20 കോടിക്കൊക്കെ കെട്ടിടങ്ങൾ കൊടുക്കാൻ കിടക്കുന്നു. ഒരു കെട്ടിടം എടുത്താൽ അതിൻ്റെ ബാക്കി അതിൻ്റെ പേപ്പർ എഴുതാൻ തികയത്തില്ല. അപ്പം സംഗതി പണത്തിന് പേര് വലുതാണ്. ശുക്രൻ എന്ന് പറയുമ്പോൾ ലോട്ടറി അടിച്ച പോലെ ഒരു പേരുദോഷമുണ്ട്. പക്ഷേ ആ ശുക്രൻ സൂര്യഗ്രഹവുമായി 9 ഡിഗ്രി നിൽക്കുന്ന ശുക്രനാണ്. 23 വയസ്സ് മുതൽ 43 വയസ്സ് വരെ വെറുതെ ഒരു പേരുദോഷമേ ഉള്ളൂ. അതായത് ഡിഗ്രി ബലമില്ല. ജോലിയുണ്ടോ? ജോലിയുണ്ട്. ശമ്പളമുണ്ടോ? ശമ്പളമുണ്ട്. ഇപ്പം നിൽക്കുന്ന ജോലിക്കാർക്ക് മുഴുവൻ ഇപ്പോൾ ഒരു പേടി, ഈ കമ്പനി നിന്ന് പോകുമോ എന്നുള്ള പേടി. ഒന്നാമതൊരു ഉറപ്പില്ല. IT മേഖലയിലില്ല, മറ്റുള്ള വിദേശ ജോലികളിലില്ല. പല മേഖലകളിലും ഇത് നിലനിൽക്കുമോ എന്നൊരു സംശയവും ഒരു ദുരൂഹതയും തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മുഴുവൻ കാര്യങ്ങൾ അത് സത്യമാണോ എന്ന് അറിഞ്ഞുകൂടാ. കുറേയൊക്കെ കമ്പ്യൂട്ടർവൽക്കരിച്ച് വരുന്നുണ്ട്. കുറച്ചൊക്കെ കമ്പനിക്ക് ക്ഷീണം വരുന്നതുകൊണ്ട് തസ്തികകൾ വെട്ടിച്ചുരുക്കിയിട്ട് കുറച്ച് പേർക്ക് അധ്വാന ഭാരം കൂടുതൽ കൊടുക്കുക, ബാക്കിയുള്ളവരെ പിരിച്ചുവിടുക. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം ഉദ്യോഗാർത്ഥികൾ കണ്ടമാനം പെരുകുകയും ഡിഗ്രികൾ പെരുകുകയും ഉദ്യോഗാർത്ഥികൾ പെരുകുകയും അവരുടെ ആവശ്യങ്ങൾ പെരുകുകയും ചെയ്യുന്ന ഒരു വലിയ വിഷമസ്ഥിതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെയും കുറ്റമല്ല. കാരണം കമ്പ്യൂട്ടറും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ലോകത്തുണ്ടാവരുതെന്ന് പറയാൻ ഒക്കുകയില്ല. അതൊക്കെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവണം. പക്ഷേ അവസരങ്ങൾ കുറയുന്നു. തൊഴിലവസരങ്ങൾ, തൊഴിൽ കിട്ടിയാൽ തന്നെ കഷ്ടിച്ച് ഉടുക്കാനും ഏതാണ്ട് ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക മാത്രമേ കിട്ടുന്നുള്ളൂ. സാധനങ്ങളുടെയൊക്കെ വില കുതിച്ചു കയറുന്നു. വീണ്ടും 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 നമ്മൾ 1940-ലും 45-ലും ആയിട്ട് ഒതുങ്ങുകയാണ്. എത്ര വരുമാനം കിട്ടിയെന്നാലും ഒരു വീട് തല്ലിക്കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ വില കൂടുകയാണ്. വസ്തുവിന് വില കുറവാണെങ്കിലും കെട്ടിടം വെക്കുന്നതിന് വില കൂടി. അതിന് ലോൺ അടച്ചാൽ അതിൻ്റെ പലിശ കൂടുതൽ. ശമ്പളത്തിന് 3/4 ഭാഗം അടച്ചു കഴിഞ്ഞാലും തീരത്തില്ല. ലോൺ കിട്ടാൻ ബുദ്ധിമുട്ട്. സ്വർണത്തിന് വില കൂടുതൽ, ആഹാര സാധനങ്ങൾക്ക് വില കൂടുതൽ, വസ്ത്രത്തിന് വില കൂടുതൽ, മരുന്നിന് വില കൂടുതൽ, എന്തിനും ഏതിനും വില കൂടുതൽ വരുന്നു. അതനുസരിച്ച് എല്ലാവർക്കും തൃപ്തികരമായി വേതനം കൊടുക്കാൻ കമ്പനിക്ക് പറ്റിയെന്ന് വരികയില്ല, സർക്കാരിന് പറ്റിയെന്ന് വരികയില്ല. നമുക്ക് ചുറ്റും അറിയാം. ഒന്നും നമ്മൾ നടുതല ഉണ്ടാവുന്നില്ല, ഉണ്ടാക്കുന്നുമില്ല. വരുന്നതെല്ലാം വിഷമൊക്കെ അടിച്ചൊക്കെ വരുന്നു. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ, വിളകൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടുകൾ. നൈട്രജൻ ഭൂമിയിലേക്ക് വരുന്നില്ല, ഓക്സിജൻ കിട്ടുന്നില്ല, ഹൈഡ്രജനുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല. അത് കാരണം ജലത്തിന് ക്ഷാമവും പെയ്യുന്ന വെള്ളത്തിന് ശക്തിയില്ല. അതിന് വൈറ്റമിൻസ് ഇല്ല. ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും കൂടെ സ്പാർക്ക് ചെയ്യണം. അതൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാം ഡെൻസിറ്റി കുറഞ്ഞിട്ട് ചടുപോക്കുന്നൊരു മഴ പെയ്യുന്നു, പ്രളയം വരുന്നു, പെട്ടെന്ന് ചൂടായി വറ്റുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രതിഭാസങ്ങളായിപ്പോയി. അത് വനം കുറഞ്ഞിട്ടാണെന്നും അത് കുറഞ്ഞിട്ടാണെന്നും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ഒരു സംരംഭങ്ങൾ വരുന്നു. ഉൽപ്പാദനങ്ങൾ കുറയുന്നു, ചെലവുകൾ കൂടുന്നു, രോഗങ്ങൾ പെരുകുന്നു.
ചൊവ്വേ നേരെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു മാസത്തെ ശമ്പളം കൊണ്ട് പോലും പറ്റാതെ വരുന്നു. ഇതൊന്നും നടത്തുന്നവർക്കും മുതലാവുന്നില്ല, വിധേയമാവുന്നവർക്കും മുതലാവുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇത് അങ്ങനെ ഇരിക്കവേ പണ്ടേ ദുർബല, പിന്നെ ഗർഭിണി, പിശാചിൻ്റെ ഉപദ്രവം എന്ന പോലെ ശുക്രൻ 9 ഡിഗ്രി മൗഢ്യവും കൂടി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ചിലവുകൾ കൂടുന്നു, വരവുകൾ കുറയുന്നു. ഈ തുച്ഛം കൊണ്ട് ജീവിതവും അല്ലെ മറ്റൊരു ജോലിയിലേക്ക് ശ്രമിച്ചിട്ട് അതും കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഏത് കമ്പനിയിലായിരുന്നു ജോലി, അതിൻ്റെ കമ്പനിയിലായിരുന്നു, അവിടെ ഓണേ വെക്കാൻ ശമ്പളമല്ലേ ഉള്ളൂ. ഇവിടെ അത്രയൊക്കെ ഉള്ളൂ ശമ്പളം, അത് കൂടുതൽ തരാനൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ അങ്ങോട്ട് മാറിയാലും പ്രയോജനമൊന്നുമില്ല, എങ്ങോട്ട് മാറിയാലും പ്രയോജനമില്ല, UK പോയാലും പ്രയോജനമില്ല. മക്കത്ത് ചെന്ന് കഴിഞ്ഞാൽ 1 രൂപയ്ക്ക് 1 കിലോ അരി കിട്ടും, മക്കത്ത് ചെല്ലണ്ടേ എന്ന് പറഞ്ഞ മാതിരി ആണ് ഒരു പഴഞ്ചൊല്ലാണ്. കാരണം എല്ലാ ഭാഗ്യങ്ങളും മക്കത്തുണ്ട്, പക്ഷേ മക്കത്ത് ചെന്ന് വടണ്ടേ എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥ. ഇതിനെ ശുക്രനെ ഒന്ന് പുഷ്ടിപ്പെടുത്തുക. ഈ നിലവിലുള്ള തൊഴിലും ആദായത്തും കൂടെ മറ്റെന്തെങ്കിലും ദൈവാനുഗ്രഹത്താൽ പുതിയ മേഖലകൾ ഉണ്ടാവാൻ ശുക്രൻ എന്ന ഗ്രഹത്തിനെ വെള്ളിയാഴ്ച ദിവസങ്ങളോ അല്ലെങ്കിൽ അടുപ്പിച്ച് 20 ദിവസങ്ങളോ മഹാലക്ഷ്മി പൂജകൾ, ലക്ഷ്മി ഹോമങ്ങൾ, അതുപോലെ വജ്രധാരണം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീഭജനം, ശുക്രമന്ത്രങ്ങൾ കൊണ്ട് പുഷ്പാർച്ചനകൾ, വെള്ളിയാഴ്ച ഒരിക്കൽ, അതുപോലെ തന്നെ ദേവിക്ക് പൊങ്കാല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം കൂടിയും ചെയ്തും മുന്നോട്ട് പോകാം. വെള്ളിയാഴ്ച ഒരിക്കൽ ഇവയൊക്കെ ചെയ്ത് കഴിയുമ്പം ഒരു 20% കൂടെയൊക്കെ എക്സ്പാൻഷൻ ഉണ്ടാവും ശുക്രന്. എന്നാൽ 43 വയസ്സ് കഴിഞ്ഞാലോ മേടൻ രാശിയിൽ നിൽക്കുന്ന അത്യുഗ്ര നിലവാരത്തിൽ നിൽക്കുന്ന സൂര്യൻ്റെ ദശാകാലമാണ്. അതിനെപ്പറ്റി വർണ്ണിക്കുന്നത് ഭാസുര നിലയങ്ങ വെച്ചിടും വാങ്ങിച്ചിടും, ഭൂസ്വത്ത് ഗ്രഹിച്ചിടും, ശത്രുക്കളെ ജയിച്ചിടും, ശ്രദ്ധയും ദാനവും സൽക്കർമ്മങ്ങളും കനകവേഷഭൂഷണാദികളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഏകുമെന്നല്ലോ ചൊല്ലി നന്ദിയമുനി. വളരെ വിസ്തരിച്ച് പറയത്തക്ക ഭാഗ്യങ്ങൾ വരാൻ പോകുന്നു എന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നേരിൽ കത്തെഴുതുകയോ വാട്സാപ്പ് അയക്കുകയോ ചെയ്യുക. നല്ലൊരു സുവർണകാലം തൊട്ട് മുന്നിലുണ്ട്, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. കത്തയച്ചതിന് നന്ദി, നമസ്കാരം. നന്ദി ശർമ്മജി.